वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം ചിങ്ങൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനും ഒക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചിങ്ങൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് ബുധനും ശുക്രനും മാരകത്വമുള്ള ഗ്രഹങ്ങളാണ്. ഇവരുടെ ദശ അപഹാര കാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ബുധൻ ദശയിലെ ശുക്രാപഹാരവും ശുക്രദശയിലെ ബുധാപഹാരം എന്നിവ തികച്ചും ദോഷപ്രദമായതുകൊണ്ട് ഇക്കാലത്ത് മഹാമൃത്യുഞ്ജയ മന്ത്രം, ഹോമം എന്നിവയൊക്കെ നടത്തണം. ചിങ്ങൻ രാശിക്കാർ പതിവായി ആദിത്യനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. നിത്യവും ആദിത്യ സ്തോത്രങ്ങൾ ജപിക്കുക, രാവിലെ ആദിത്യ ഭജനം നടത്തുകയൊക്കെ ഉത്തമമാണ്. അല്പം വെയിലേൽക്കുന്നതും പതിവായി ആദിത്യ ഹൃദയം ജപിക്കുന്നതും വളരെ ഉത്തമം തന്നെയാണ്. ഈ കൂട്ടർക്ക് പകലുറക്കം കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ആദിത്യ ക്ഷേത്രങ്ങളിലോ ശിവക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക, ജന്മനക്ഷത്രം തോറും ആദിത്യ പൂജ നടത്തുക എന്നിവയൊക്കെ ശുഭപ്രദമായിരിക്കും. ഈ രാശിയിൽ ജനിച്ചവർ ബുധപ്രീതികരങ്ങളായ കർമ്മങ്ങൾ, ശ്രീകൃഷ്ണ ഭജനം തുടങ്ങിയവ അനുഷ്ഠിച്ചാൽ സാമ്പത്തികമായ ഉയർച്ചയൊക്കെ ഉണ്ടാകും, ലാഭ അനുഭവങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകും. ചൊവ്വ ഈ രാശിക്കാർക്ക് യോഗകാരകനായതുകൊണ്ട് ചൊവ്വാദശയിൽ വിധിപ്രകാരം ചൊവ്വ പ്രീതി വരുത്തിയാൽ ഭാഗ്യപുഷ്ടി, കുടുംബസുഖം, വാഹനലാഭം, മാതൃഗുണം എന്നിവയൊക്കെ ഉണ്ടാകും. ചൊവ്വ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയുമാണ് ഭജിക്കേണ്ടത്. സന്താന സൗഖ്യത്തിനും ആരോഗ്യ ദോഷശാന്തി എന്നിവയ്ക്ക് വ്യാഴത്തെ പ്രീതിപ്പെടുത്തണം. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വേണം. ഇവർക്ക് 7ാം ഭാവാധിപൻ ശനി ആയതുകൊണ്ട് വിവാഹത്തിന് കാലതാമസം നേരിട്ടേക്കാമെന്നതിനാൽ പരിഹാരമായി ശനിയാഴ്ച വ്രതം, ശനീശ്വര പൂജ, പത്നി സമേതനായ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാട് കഴിക്കുക തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. ഉദ്യോഗലബ്ധിക്ക് ഇവർക്ക് ശുക്രനെ പ്രീതിപ്പെടുത്തുകയും മഹാലക്ഷ്മി ഭജനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് ശരീരസുഖം, പൊതുവായ സൗഖ്യം എന്നിവയും പവിഴധാരണത്തിലൂടെ ഭാഗ്യപുഷ്ടിയൊക്കെ ഉണ്ടാകും. ഞായർ, ചൊവ്വ എന്നീ ദിവസങ്ങളാണ് ഇവർക്ക് അനുകൂല ദിവസങ്ങൾ. ചുവപ്പ് അനുകൂല നിറവും, പൂരോരുട്ടാതി, അവസാനപാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഇവർക്ക് ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.